ഒരുപാട് സ്പെഷ്യാലിറ്റി ഉള്ളൊരു ദിവസത്തിൻ്റെ ഇങ്ങനെ രാവിലെ എണീറ്റിരിക്കുകയാണ്. പെട്ടെന്ന് റെഡിയായിട്ട് ഇന്ന് എനിക്ക് കോളേജിൽ പോകണം. കാരണം ഇന്ന് എൻ്റെ ഗ്രാജുവേഷൻ ഡേ ആണ്. ഒരുപാട് സന്തോഷത്തോടെ ഒരുപാട് വെയിറ്റ് ചെയ്തിരുന്നൊരു മൊമെൻ്റാണ്. അപ്പോൾ രാവിലെ എണീറ്റ് ഫുഡ് കഴിച്ച് ഒരു ചായ ഉണ്ടാക്കി ഞാൻ പെട്ടെന്ന് തന്നെ കുളിച്ച് സമയം ഒട്ടും കളയാണ്ട് ഞാൻ റെഡിയായി. കാരണം നേരത്തെ പോകണമല്ലോ. പക്ഷെ എന്നിട്ട് ഞാൻ താമസിച്ചാണ് കേട്ടോ പോയത്. പിന്നെ എന്നെ നിത്യ ഹെൽപ്പ് ചെയ്ത് മുടിയൊക്കെ സെറ്റ് ചെയ്യാൻ. ഇതാണ് എൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തേക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഇത് എൻ്റെ ദിവസമാണല്ലോ, അപ്പോൾ എനിക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് റഹ്മത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ ആടിപ്പാടി പോയി. അങ്ങനെ നടന്ന് പോണ വഴിക്ക് കണ്ട കാടും പടലും ഒക്കെ എടുത്ത് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ സ്റ്റേഷനിലെത്തി. ഞാൻ പിന്നെ എപ്പോഴും ലേറ്റ് ആവുന്ന എന്തോ ഒരു അസുഖം എന്നെ ഇങ്ങനെ ബാധിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ യൂണിയിൽ ചെന്നപ്പോൾ ഞാൻ താമസിച്ചു. ഓടിപ്പടച്ച് പോയി ടിക്കറ്റൊക്കെ കളക്ട് ചെയ്ത് എന്തായാലും ഗ്രാജുവേഷൻ സെറിമണി സ്റ്റാർട്ടാകുന്നതിന് മുന്നേ ഞാൻ എത്തിപ്പെട്ടു. അപ്പോൾ ഇതാണ് എൻ്റെ ഗൗൺ ക്യാപ്പൊക്കെ. എന്നിട്ട് ഹാളിൽ കയറി ആ സമയത്ത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ ഒരു വീഡിയോസൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഗസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. If you do not wish to shake hands, place your right Aswaya Lakshmi Mini Achana Mohan Valeth Mitsukilie. അത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുന്നിൽ, അത്രയും ഗസ്റ്റുകളുടെ മുന്നിൽ എൻ്റെ പേര് അനൗൺസ് ചെയ്തപ്പോൾ എന്തൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നെന്നറിയോ. അപ്പോൾ എൻ്റെ പേര് ഐശ്വര്യ ലക്ഷ്മി മിനി എന്നാണ് അനൗൺസ് ചെയ്തത്. എൻ്റെ അമ്മയുടെ പേര് കൂടി ചേർത്തിട്ടാണ്. എനിക്ക് ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം തോന്നി. അങ്ങനെ സെറിമണി കുറച്ച് നേരം ഇങ്ങനെ നീണ്ടു നിന്നു. പ്രോഗ്രാമിന് ശേഷം ഞാൻ നേരെ വെളിയിലേക്ക് ഇറങ്ങി. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നല്ലോ. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിരുന്നു. നമ്മളതൊക്കെ തികച്ചും അവഗണിച്ചുകൊണ്ട് തന്നെ കിട്ടിയ ചാൻസിന് കുറേ ഫോട്ടോസും വീഡിയോസും റീലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തു. പൊരിഞ്ഞു പോയി. വീട്ടിൽ വന്നപ്പോൾ ഭയങ്കര തലവേദന അടിച്ചു എനിക്ക്. എന്നിട്ട് എന്തായാലും ഞാനും റഹ്മത്തും കൂടി അവിടെ ഇവിടെയൊക്കെ നടന്നു, യൂണിയൊക്കെ നന്നിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തു. കുറേ ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ കുറേ സംഭവങ്ങൾ എടുത്തു. കാരണം ഉണ്ടല്ലോ, ഇവിടെ പഠിക്കാൻ വന്നപ്പോൾ തൊട്ട് ഈ ഒരു വർഷക്കാലം നമ്മൾ ഒരുപാട് ഫേസ് ചെയ്ത് ഒരുപാട് സിറ്റുവേഷൻസൊക്കെ ഓവർകം ചെയ്ത് കഷ്ടപ്പെട്ട് കിട്ടിയൊരു അച്ചീവ്മെൻ്റാണ്. അപ്പോൾ അതിൻ്റെ എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പോൾ ഇന്നലെ എന്നെപ്പോലെ ഗ്രാജുവേറ്റ് ആയിട്ട് ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കൺഗ്രാജുലേഷൻ ഞാൻ ഈ മൊമെൻറ്റിൽ പറയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പോർഷൻ. ഇതൊരു വലിയ യൂണിയാണ്, നല്ല ക്യാമ്പസാണ്, കുറേയേറെ കാണാനുണ്ട്. അപ്പം എല്ലാവരും തിരക്കാണ്. മൊത്തം നല്ല കളർഫുൾ അടിപൊളി ഡ്രസ്സും ഗ്രാജുവേഷൻ്റെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു മൊത്തത്തിലൊരു ജഗബൊഗമയമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ ഞാൻ യൂണിയുടെ അകത്തേക്ക് കയറി. അപ്പം നമ്മുടെ ബാച്ച് കഴിഞ്ഞ് സെക്കൻഡ് ബാച്ചിൽ സ്ലോട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാർ ഇതേണ്ട സ്റ്റേജിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. അങ്ങനെ ഞാൻ യൂണിയുടെ അകത്തേക്ക് കയറിയപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ബഹളം. നമ്മുടെ ആ കോസ്റ്റ ഒക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഫുഡും ഡ്രിങ്ക്സൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഫുഡിലെ ഡ്രിങ്ക്സ് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് വാങ്ങാൻ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ കുറേ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ആംബിയൻസ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നെൻ്റെ ഗ്രാജുവേഷൻ ഡേ ആയിരുന്നു. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഭയങ്കര ബഹളമായിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല. ബട്ട് ഇന്ന് നൈറ്റോട് കൂടി മോസ്റ്റ്ലി നമ്മുടെ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷനിലുള്ള ആക്സസൊക്കെ എനിക്ക് പോകും. അപ്പം ഈ ഒരു വർഷം ഞാനിവിടെ UK വന്നിട്ട് 1.5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1.5 വർഷത്തോളമായി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തൊരു സ്ഥലമാണ് UK. എസ്പെഷ്യലി ഇവിടെ വന്ന് നിന്ന് ഞാനൊരു മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റി MA ഇൻ്റർനാഷണൽ ബിസിനസ് മാനേജ്മെൻറ്റ് ഗ്രാജുവേറ്റാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റാണ് എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൗഡാണ്, ഒരുപാട് അഭിമാനം തോന്നുന്നു. ആൻഡ് എന്നെക്കാളും കൂടുതൽ എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ അനുജനും ഒക്കെ ഒരുപാട് പ്രൗഡായിരിക്കും എന്ന് എനിക്കറിയാം. ബിക്കോസ് ഒട്ടും ഈസി അല്ലായിരുന്നു ഓരോ കാര്യങ്ങളും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. യൂട്യൂബിലായിരുന്നു അമ്മ.
Hello, congratulations. Bye-bye. ബൈഡാ. അപ്പം എൻ്റെ യൂണിവേഴ്സിറ്റി എനിക്കിപ്പോഴും ഇവിടെ എനിക്ക് ആ ഒരു മൊമെൻറ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് ഡേ വന്ന ദിവസം ട്രെയിനൊക്കെ മാറി കയറി ഇങ്ങനെ ആ വഴിയിൽ കൂടി ഇങ്ങനെ നടന്നു വന്നതും ഇവിടെ എല്ലാം കണ്ടതും ഇങ്ങനെ അന്തം വിട്ട് നിന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ലാസ്റ്റ് ടൈം ഗ്രാജുവേഷൻ്റെ ടൈം ആയപ്പോൾ കുറേ എഫേർട്ട് എടുത്ത് ഒരുപാട് കഷ്ടപ്പെട്ടു. എനിക്ക് കുറേ തടസ്സങ്ങളായിരുന്നേ. ഒത്തിരി ആദ്യം പിടിച്ചു, കുറേ ഹെൽപ്പ് കിട്ടി, കുറേ നല്ല വാല്യുബിൾ ആയിട്ടുള്ള സൗഹൃദങ്ങൾ കിട്ടി. ഇത് ഇപ്പോൾ വന്ന് ഒരു ഹായ് പറഞ്ഞിട്ട് പോയില്ലേ, ഞാൻ ആ പേര് എടുത്ത് മെൻഷൻ ചെയ്യണം. ഹണി എൻ്റെ ഗ്രാജുവേഷൻ്റെ ടൈമിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ഞാനൊരു സമയവും കാലം ബോധവും ഇല്ലാണ്ട് കുറേ അതിനെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം എനിക്ക് കുറേ സ്ട്രഗിൾസൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്നെ ഹെൽപ്പ് ചെയ്തത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ലാപ്ടോപ്പ് ഇല്ലാതെ ഞാൻ കുറേ ബുദ്ധിമുട്ടി, എനിക്ക് ലാപ്ടോപ്പ് തന്ന് സഹായിച്ചു. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ആൻഡ് എൻ്റെ യൂണിവേഴ്സിറ്റി ഇന്നത്തോടു കൂടി ഞാൻ ഈ യൂണിയോട് ബൈ പറയുവാണ്. ഒരുപാട് പ്രൗഡാണ്, ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ എൻ്റെ യൂണിയോട് ഞാൻ ബൈ പറയുന്നൊരു മൊമെൻ്റാണ്. കുറേ നല്ല അച്ചീവ്മെൻറ്റ്സ് കിട്ടിയ, അതിന് നേടാൻ ഹെൽപ്പ് ചെയ്തൊരു വലിയ സ്ഥലമാണ്. നമ്മൾക്ക് വിദ്യ അഭ്യസിച്ച സ്ഥലമാണ്. ഒരുപാട് പ്രഷ്യസാണ്. കുറേ നല്ല സൗഹൃദങ്ങൾ കിട്ടിയ സ്ഥലമാണ്. എല്ലാത്തിനും ഈശ്വരനും എൻ്റെ പാരൻസിനും എന്നെ ഹെൽപ്പ് ചെയ്തവർക്കും സ്നേഹിച്ചവർക്കും കൂടെ നിന്നവർക്കും നിൽക്കാത്തവർക്കും എല്ലാവർക്കും ഞാൻ മനസ്സുകൊണ്ട് നന്ദി പറയുന്നുണ്ട്. പിന്നെ എനിക്ക് എല്ലാവരോടും കുറേ ഇങ്ങനെ സംസാരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നടന്നു വരുന്ന വഴിക്ക് റഹ്മത്തിനോട് ചോദിക്കേണ്ടായിരുന്നു, എന്താണ് അഭിപ്രായം, നിങ്ങളുടെ ഫ്രണ്ട് ഗ്രാജുവേറ്റ് ആയല്ലോ. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ വന്ന് ഈ ക്ലാസ്സും നമ്മുടെ ജോലിയും എല്ലാം കൂടെ കൊണ്ടുപോകാൻ വേണ്ടി. റഹ്മത്തിന് എന്താ തോന്നണേ? ഇത് ഞാൻ വ്ളോഗിലിട്ടോ പറ, ഇതൊന്നും പറ. നിങ്ങളുടെ ഫ്രണ്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ആയി, എന്താ തോന്നുന്നത്? വടി ഫീൽ? ശരിക്കും സന്തോഷമാണ്. ബിക്കോസ് നമ്മൾ നാട്ടിൽ നിന്ന് ഇത്രയും പൈസ മുടക്കി, ലക്ഷങ്ങൾ മുടക്കി, ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല ഇവിടെ വന്ന് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈവൻ പാർട്ട് ടൈം സ്റ്റഡീസ് ഒക്കെ ഇങ്ങനെ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. മിക്കപ്പോഴും ഡിപ്രഷൻ പോയിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്, മാനേജർമാരെ വായിരിക്കുന്ന കേട്ടിട്ടുണ്ട്. ഈവൻ ഇവിടെ ടോയ്ലറ്റ് വരെ കഴുകിയിട്ടുണ്ട്. ഇതായിരുന്നു ഞങ്ങൾ രണ്ടുപേരെയും ആദ്യത്തെ ജോലി. ബട്ട് എഡ്യൂക്കേഷൻ അതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോകാമെന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു കടമയാണ്. ബിക്കോസ് നമ്മളിവിടെ ഓൾറെഡി ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു അതെല്ലാം ജെന്യുവിനായിട്ട് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട് ഇന്ന് എന്തായാലും കാണാൻ പറ്റി. പുള്ളിക്കാർത്തിയുടെ ഒരു ബിഗ് ഡേ. വിശന്ന് പൊരിഞ്ഞു പോയി അവസാനം ചിക്കനും റൈസും ഒക്കെ വാങ്ങിച്ച് വയറ് നിറച്ച് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഗ്രാജുവേഷൻ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ കൂടെ എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഞാനിങ്ങനെ ഇടാം കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം, ഒരുപാട് സന്തോഷം. ദൈവത്തിന് ഒന്നുകൂടി നന്ദി പറയുന്നു. നല്ലൊരു മൊമെൻറ്റ് ലൈഫിൽ, ഇങ്ങനെ ഒരു നല്ല ബ്ലെസ്ഡ് മൊമെൻറ്റ് എനിക്ക് അനുഭവിക്കാൻ പറ്റിയതിന്. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും സന്തോഷത്തോടെ ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, love you all.